നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് യൂണിവേഴ്സിന് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു സ്ട്രെസ്സ് ഉള്ള ഈ ഒരു സാഹചര്യത്തിൽ യൂണിവേഴ്സിന് നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു റീയൂണിയൻ സംഭവിക്കുമോ? നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? അവർ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ഒരു റീഡിംഗ് ആണ് ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. എപ്പോഴും പറയുന്നത് പോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ടുകളയുക. ഒരിക്കലും നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവ് മാത്രം അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസൊണേറ്റ് ആവാൻ തുടങ്ങുന്നതാണ്. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരു 3 മാസങ്ങൾ, മാക്സിമം ഒരു 6 മാസം മാത്രമേ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം എത്ര നാളിനുള്ളിൽ അവസാനിക്കും? ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള പ്രശ്നം തുടങ്ങിയിട്ട് വർഷം ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നം ഏതൊരു ടൈമിലായിരിക്കും അവസാനിക്കാൻ പോകുന്നത്? അതും വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുവാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് സ്നേഹം കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു റിച്വൽ വീഡിയോയുടെ അവസാനം തരുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ഒരു റിച്വലും ചെയ്യാൻ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് റിച്വൽസ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള റിച്വൽസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ 2 പേരുടെ പേരനുസരിച്ച് റിച്വൽസ് എല്ലാം തയ്യാറാക്കി നൽകുന്നതാണ്. മണി അട്രാക്ഷനും ബിസിനസ് സംബന്ധമായിട്ടുള്ള കരിയർ, ബ്ലാക്ക് എനർജി റിമൂവർ, ഇതിൻ്റെ എല്ലാം റിച്വൽസും ഉണ്ട്. താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നം അനുഭവിക്കുന്നവർക്ക്, ഇപ്പോൾ കല്യാണം നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക്, സ്നേഹിച്ച വ്യക്തിയെ തന്നെ കല്യാണം കഴിക്കുവാൻ വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റ്സും ഏലസും യന്ത്രവും പൂജകളും എല്ലാം ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് 10 ഓഫ് സോർഡ്സ്, 9 of Pentacles, Ace of Pentacles, Knight of Pentacles, 3 of Pentacles, Justice card, 2 of Cups, Hanged Man, Moon card, 7 of Cups, 6 of Cups, 7 of Wands. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് പെൻഡക്കിൾസ് ആണ്, പേജ് ഓഫ് പെൻഡക്കിൾസ് ആണ്. ഇവിടെ യൂണിവേഴ്സിന് ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള നിങ്ങളെ തന്നെ സ്വന്തമായിട്ട് കെയർ ചെയ്യണം എന്നതാണ്. അതായത് ഇവിടെ കാണാൻ സാധിക്കുന്നത്, നിങ്ങൾക്കിപ്പോൾ ജോലിയുള്ള വ്യക്തി ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു കാര്യത്തിലെല്ലാം നിങ്ങൾ വളരെയധികം ഉഴപ്പാണ്. ആ ഒരു കാര്യത്തിലൊന്നും ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ സെൽഫ് കെയർ ചെയ്യുന്നില്ല, നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ നിങ്ങളുടെ റൂട്ട് ചക്ര വളരെയധികം അസന്തുലിതാവസ്ഥയിൽ കിടക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റൂട്ട് ചക്ര ക്ലെൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. റൂട്ട് ചക്ര മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ റൂട്ട് ചക്ര മെഡിറ്റേഷൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കംപ്ലീറ്റ്ലി തകർന്നിരിക്കുകയാണ്. എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾക്ക് ആ ഒരു നഷ്ടപ്പെട്ട ആ ഒരു പ്രണയത്തെ നിങ്ങൾക്ക് തിരികെ കിട്ടുമോ? നിങ്ങൾക്ക് ആ നഷ്ടപ്പെട്ട പ്രണയമില്ലാതെ നിങ്ങൾ ജീവിക്കും? ഈ ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ആഹാരം വേണ്ട, ഉറക്കമില്ല, സ്വസ്ഥതയില്ല. നിങ്ങൾ സാമ്പത്തികത്തിൽ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സാമ്പത്തികം നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതൊന്നും വേണ്ട, നിങ്ങൾക്കൊന്നും വേണ്ട. ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത്. എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി. നിങ്ങൾക്ക് ചുറ്റിനുമെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്.
ഇതിനകത്ത് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് അബണ്ടൻസ് ഉറപ്പായിട്ടും വന്നു ചേരുമെന്ന് തന്നെയാണ്. നിങ്ങൾക്കിപ്പോൾ ജോലിയുള്ളൊരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ നോക്കണം. കാരണം ഇതൊക്കെ ഇവിടെ യൂണിവേഴ്സ് പറയാനുള്ള കാരണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇവിടെ നീതി ലഭിക്കുമെന്ന് തന്നെ കാണുന്നുണ്ട്. നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ചിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ മറ്റൊരാൾക്ക് ഒരിക്കലും ഒരു ദോഷം ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങളെയാണ് മറ്റ് വ്യക്തികൾ ദ്രോഹിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ, നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ മോശപ്പെട്ട ഈ ഒരു അവസ്ഥ ഇനി അധികകാലം നിങ്ങൾക്ക് നീണ്ടു നിൽക്കില്ല. നിങ്ങൾ ഈ അനുഭവിക്കുന്നതിൻ്റെ ഈ ഒരു വിഷമാവസ്ഥ നിങ്ങൾക്ക് മാറിയിട്ട് നിങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറും. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി ബ്രേക്കപ്പായി, നിങ്ങളിപ്പോൾ ഒരു ഡിവോഴ്സിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കലഹം ഉറപ്പായിട്ടും പൂർണ്ണമായിട്ട് മാറും. നിങ്ങൾ തമ്മിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഇനിയും ഉണ്ടാകും. പുതിയൊരു ജീവിതം തന്നെ നിങ്ങൾക്കുണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങളുടെ അടുത്ത് സ്നേഹമുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് അവർക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്ത് സ്നേഹമുണ്ട്. നിങ്ങളുടെ അടുത്തൊന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണോ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചിട്ട് ആലോചിക്കുന്നത്, നിങ്ങൾ അവരുടെ കൂടെ, അതായത് നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ ഒന്നിച്ചൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ട്. പിണക്കമൊക്കെ മാറി എന്ത് പ്രശ്നമാണെങ്കിലും അതൊക്കെ സോൾവ് ചെയ്ത് മുമ്പോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയും ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ശരിക്കും ഒരു സ്റ്റക്കായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്തോ ഒരു ഫീലിങ്സ് ഉണ്ട്. അതായത് അവർ ട്രാപ്പിലാണ്. ഇനി അവർക്ക് ഈ ഒരു ട്രാപ്പിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല. അവർക്ക് എന്തോ ഒരു തൃപ്തികരമല്ല അവരുടെ ഇപ്പോഴത്തെ ജീവിതം എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും നിങ്ങളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമായിട്ട് വന്നത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു കാര്യം മനസ്സിലായിരിക്കുകയാണ്. ആ വ്യക്തിയുടെ ചുറ്റിനും നിന്ന് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിക്കാൻ ശ്രമിച്ചവർ ആരൊക്കെയാണോ അവർ ആക്ച്വലി നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ഒരു മുഖംമൂടി ധരിച്ചുകൊണ്ടായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ പെരുമാറിക്കൊണ്ടിരുന്നത്. അവർ ആക്ച്വലി നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് കാണിച്ചിരുന്ന ഒരു ഫേസ് അല്ല അവരുടെ ഉള്ളിലുള്ളത്. അവർക്ക് മറ്റൊരു ക്രൂവലായിട്ടുള്ള ഒരു ഫേസ് ഉണ്ട്, ഒരു ക്യാരക്ടർ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു. അവർക്ക് അവരുടെ ഇൻറ്റ്യൂഷൻ അത് പറഞ്ഞു തുടങ്ങി എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് ഇനിയും കുറച്ച് കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുണ്ട്. അതായത് അവരുടെ ചുറ്റിനും ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ആ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു പേഴ്സൻ്റെ അല്ല, തികച്ചും ഒരു മൾട്ടിപ്പിൾ പേഴ്സൻ്റെ എനർജി ആയിട്ടാണ് കാണുന്നത്. അവർക്ക് ഇതാരൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്. നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിക്കുവാൻ വേണ്ടിയിട്ട് ആരൊക്കെയാണ് ഈ ഒരു ഗെയിം പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തത് എന്ന് നിങ്ങളുടെ വ്യക്തി കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി ആകെ ഒരു ദുർബലമായിട്ടുള്ളൊരു അവസ്ഥയാണിപ്പോൾ. അതായത് അവരെ ആകെ ദുർബലരാക്കുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള കഴിഞ്ഞ കാലത്തെ ആ ഒരു ചിന്തകളാണ്. അവർക്കത് ഓർക്കുമ്പോൾ വളരെയധികം പ്രയാസമുണ്ട്. കാരണം ഇനി ആ ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുമോ എന്നൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ വ്യക്തിക്ക് പ്രയാസമുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ ചുറ്റിനും നിന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കണം, നിങ്ങളെ ഉപേക്ഷിക്കണം. ഇതൊക്കെ പറയുമ്പോഴും ഇതൊക്കെ നിങ്ങളുടെ വ്യക്തി കേൾക്കുമ്പോഴുമെല്ലാം നിങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ അവരെ വളരെ വല്ലാത്ത രീതിയിൽ അവർക്ക് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിൽ ഹോണ്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചിട്ട് മറ്റുള്ള ആൾക്കാർ വളരെ മോശമായിട്ട് സംസാരിക്കുമ്പോഴും, നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് സംസാരിക്കുമ്പോഴും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരിക്കലും നിങ്ങളെന്ന പേഴ്സണിനെ മറ്റുള്ളവർ കുറ്റപ്പെടുത്താനോ നിങ്ങളുടെ സ്വഭാവം മോശമാണെന്ന് പറയുന്നത് കേൾക്കുവാനോ മറ്റാരെ കൊണ്ട് നിങ്ങളെക്കുറിച്ച് ഒരു മോശം പറയിക്കുന്നത് പോലും നിങ്ങളുടെ വ്യക്തിക്ക് ഇഷ്ടമല്ല. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചിലപ്പോൾ വളരെ മോശപ്പെട്ട രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം, നല്ല രീതിയിൽ കുത്തി നോവിപ്പിച്ചിട്ടുണ്ടാവാം.
ഫിസിക്കലി എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടാവാം. എന്നിരുന്നാൽ പോലും മറ്റൊരു തേർഡ് പേഴ്സൺ നിങ്ങളെക്കുറിച്ചിട്ട് പറയുന്നതൊന്നും ഈ ഒരു നിങ്ങളുടെ വ്യക്തിക്ക് ഒരിക്കലും സഹിക്കാൻ സാധിക്കില്ല. അവർ അതിന് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവാം, നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളുടെ പണം മാത്രം മതിയായിരുന്നോ, നിങ്ങളെ കുറച്ച് പോലും അവർ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ലേ? കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പണം വാങ്ങിച്ചിട്ടുണ്ട്. അവർ പണത്തിന് വേണ്ടി നിങ്ങളുടെ അടുത്ത് സ്നേഹം കാണിച്ചിട്ടുണ്ടാവാം. എന്തെങ്കിലും സംസാരിച്ച് ലാസ്റ്റ് അവസാനിപ്പിക്കുന്നത് തന്നെ അവർക്ക് പണം വേണം എന്നുള്ളൊരു വാക്കാവാം. നിങ്ങളപ്പോൾ സ്വന്തമായിട്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, നിങ്ങളൊരു പണമുണ്ടാക്കുന്ന മിഷ്യനായിരുന്നു നിങ്ങളുടെ വ്യക്തിക്ക് എന്നുള്ളത്. പക്ഷെ ഒരിക്കലുമല്ല. അവർ നിങ്ങളുടെ അടുത്ത് കാണിച്ചിരുന്ന സ്നേഹമൊന്നും പണത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. അവർക്ക് നിങ്ങളുടെ അടുത്ത് പണം ചോദിക്കാൻ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതിൻ്റെ പേരിൽ മാത്രമാണ് അവർ നിങ്ങളുടെ അടുത്ത് സാമ്പത്തികം ചോദിച്ചിരുന്നത്. സാമ്പത്തികം നിങ്ങൾ അവർക്ക് അറിഞ്ഞ് സഹായിക്കുമെന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ട്. ഇവിടെ കാണിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഫ്യൂച്ചർ, അത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അത് എന്തൊക്കെയാണെങ്കിലും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആയിരിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയോട് തുറന്ന് സംസാരിക്കുവാനുള്ള അവസരം ഉറപ്പായിട്ടും താമസിക്കാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിഞ്ഞിട്ട് മാക്സിമം ഒരു 6 മാസം ഒരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റ് ആയിട്ട് പഴയ ആ ഒരു സ്നേഹം ഇല്ലാതായിട്ട് നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടായിട്ട് ഒരു 6 മാസമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു പ്രശ്നം ഒരു 27 ദിവസത്തിനുള്ളിൽ സോൾവ് ചെയ്യാനുള്ള സാധ്യതകളാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഇടയ്ക്ക് അവരുമായിട്ട് സംസാരിക്കുവാനുള്ള ഒരു അവസരമൊക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തന്നെ നൽകുന്നതായിരുന്നു. അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് തുറന്ന് സംസാരിക്കുവാൻ കിട്ടുന്ന അവസരം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ റിസ്ക് എടുക്കണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 27 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പ്രശ്നം സോൾവ് ആവുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രശ്നം തുടങ്ങിയിട്ട് 1 വർഷമായി. ഡിവോഴ്സ് പെറ്റീഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ബ്രേക്കപ്പ്, നോ കോണ്ടാക്റ്റ്, ഇനി നിങ്ങളുമായിട്ട് പാച്ചപ്പായി പോവില്ല എന്നൊക്കെ ആ ഒരു സിറ്റുവേഷനിലാണ് എന്നുണ്ടെങ്കിൽ 1 വർഷമായി അല്ലെങ്കിൽ 1.5-2 വർഷം അതിൽ കൂടുതലായി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഈ വരുന്ന ജൂൺ മാസത്തിൽ അത് പൂർണ്ണമായിട്ടും അവസാനിക്കും. അതും സെയിം കാര്യം തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് ആ വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് സൃഷ്ടിച്ച് തരുന്നതായിരിക്കും. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സെല്ലാം മാറി നിങ്ങളെ സ്നേഹിക്കണം, നിങ്ങളുമായിട്ട് റീയൂണിയൻ വേണം, നിങ്ങളുമായിട്ട് പഴയ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവണം, പഴയ രീതിയിൽ നിങ്ങളുടെ സ്നേഹം ആ വ്യക്തിക്ക് വേണം എന്നൊക്കെയുള്ളൊരു ചിന്ത നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ യൂണിവേഴ്സായിട്ട് കൊണ്ട് നിറയ്ക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കും. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ റിസ്ക് എടുക്കുക. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനുള്ള വഴികളെല്ലാം നിങ്ങൾക്ക് തുറന്നു തരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു അവസരം, നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു അവസരം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വരുന്ന ജൂൺ മാസത്തിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. പക്ഷെ അവർ നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. നിങ്ങളുടെ അടുത്തൊരു കാര്യം പോലും സംസാരിക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടാവാം, നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ആലോചിക്കുന്നുണ്ടോ, നിങ്ങളുടെ അടുത്ത് ഒന്നും അവർക്ക് പറയാനില്ലേ? ഈ ഒരു ചോദ്യത്തിന് യൂണിവേഴ്സിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് നല്ല നല്ല ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ വ്യക്തിക്ക് എന്തെങ്കിലും മോശപ്പെട്ട അനുഭവങ്ങളോ എന്തെങ്കിലും വേദന ഉണ്ടാക്കുന്ന സംസാരങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവർക്കത് മനസ്സിലാവും. സാഹചര്യം കൊണ്ടിട്ട് ഉണ്ടായ സംസാരമാണെന്നും ആ ഒരു പ്രശ്നമാണെന്നും. നിങ്ങളുടെ വ്യക്തി ഉറപ്പായിട്ടും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. സ്നേഹം നിറഞ്ഞ ഓർമ്മകൾ മാത്രമാണ് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചിട്ടുള്ളത്. പക്ഷെ നിങ്ങളുടെ വ്യക്തിക്ക് ഭയങ്കര കൺഫ്യൂഷനുണ്ട്. അവർക്ക് കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തതയില്ല. അവരെ ഇത്രയും ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ കൊണ്ടെത്തിച്ചത് ഈ ഒരു തേർഡ് പേഴ്സൺ ആണ്. അവർക്ക് ആ ഒരു കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ട്, അവരുടെ ആ ഒരു കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ട് സമയമെടുക്കും. അത് നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് പല കാര്യങ്ങളിലും ഒരു ക്ലാരിറ്റി വരുത്താൻ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്.
അതിന് മുന്നേ ആയിട്ട് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ യഥാർത്ഥ മോട്ടീവ് എന്താണ് എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിക്ക് കണ്ടുപിടിക്കണം. അവർ അതിൻ്റെ പിന്നാലെയാണ് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിക്കാനുണ്ടായ മെയിൻ റീസൺ തേർഡ് പേഴ്സണ് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും എന്തൊക്കെയോ ആവശ്യമുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഒന്നായിരുന്നില്ല. ഇവിടെ കൂടുതലും നിങ്ങളുടെ വ്യക്തിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, നിങ്ങളുടെ അടുത്തും അത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കൂടുതൽ മിസ്റ്റേക്ക് ഒരിക്കലും നിങ്ങളുടെ ഭാഗത്തായിരുന്നില്ല, നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്ത് തന്നെയായിരുന്നു. കാരണം ഈ ഒരു അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ആദ്യമൊന്നും വിശ്വസിച്ചില്ല എന്നുണ്ടെങ്കിൽ തന്നെയും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ അടുത്ത് ഒരു കാര്യം തന്നെ നിരന്തരം പറയുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടാവാം. ആ ഒരു ചിന്തയാണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടാവാനുള്ള ആ ഒരു സിറ്റുവേഷനിൽ കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി അത് ആരൊക്കെയാണെങ്കിൽ തന്നെയും അവരാണ് നിങ്ങളുടെ പേഴ്സൺ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗം വിശ്വസിച്ച് നിങ്ങളുടെ അടുത്ത് അങ്ങനെയൊക്കെ പെരുമാറിയതിൽ നിങ്ങളുടെ വ്യക്തിക്ക് നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ചെയ്ത ആ ഒരു തെറ്റ് സ്വന്തമായിട്ട് ഏറ്റെടുക്കാൻ അവർ റെഡിയായിട്ട് നിൽക്കുകയാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ പല സാഹചര്യങ്ങളിലും ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും നിങ്ങൾക്കൊരു ഇൻസൾട്ട് നേരിട്ടിട്ടുണ്ട്. തേർഡ് പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വളരെ റൂഡായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ ഇടയിൽ തേർഡ് പേഴ്സൺ ഇടപെട്ടിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു തേർഡ് പേഴ്സണിനെ എങ്ങനെയെങ്കിലും കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോഴൊക്കെ ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് വളരെ വിഷമമുണ്ടാവുന്ന ഒരു മോശപ്പെട്ട രീതിയിൽ അവർ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ഇൻസൾട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ടൈമിൽ പോലും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാമായിരുന്നു. പക്ഷെ അവിടെ നിങ്ങളുടെ വ്യക്തി സൈലൻ്റ് ആയിട്ടിരുന്നു. അത് ആ വ്യക്തിയുടെ ഭാഗത്ത് തെറ്റാണ് എന്ന് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലായിരിക്കുകയാണ് അവർക്കിപ്പോൾ. ആ ഒരു കാര്യത്തിന് നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ വ്യക്തിക്ക് മാപ്പ് തരണം എന്ന് ചോദിക്കണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. നിങ്ങളുടെ വ്യക്തി പല സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനമെടുത്തില്ല. അത് മറ്റാൾക്കാരുടെയൊക്കെ സംസാരം കേട്ടിട്ടും അഭിപ്രായം ചോദിച്ച് തിരക്കാനിരുന്നിട്ടുമാണ് അവർക്ക് പല സാഹചര്യങ്ങളിൽ പോലും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ സാധിക്കാഞ്ഞത്. പക്ഷെ ഇപ്പോൾ അവർ ചിന്തിക്കുന്നു, ആ ഒരു സമയത്ത് അവർ കറക്റ്റായിട്ടുള്ള അവരുടെ ഇൻഡ്യൂഷൻ പറഞ്ഞനുസരിച്ച് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം എടുത്തായിരുന്നെങ്കിൽ നിങ്ങളെന്ന വ്യക്തി ഒരിക്കലും നിങ്ങളുടെ പേഴ്സണ് നഷ്ടമാകില്ല എന്നത്. ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിങ്ങളെക്കുറിച്ചിട്ട് വളരെ മോശമായിട്ടാവാം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുമായിട്ട് എങ്ങനെയും പ്രശ്നമുണ്ടാക്കുകയോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുകയോ ബ്രേക്കപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളെ ഡിവോഴ്സ് ചെയ്യുകയോ മാത്രമായിരുന്നു നിങ്ങളുടെ വ്യക്തിയുടെ മുന്നിലുള്ള ആ ഒരു ഓപ്ഷൻ എന്നുള്ളത്. കാരണം നിങ്ങളെ പറ്റിയിട്ട് മോശമായിട്ട് ഒന്നിൽ കൂടുതൽ വ്യക്തികൾ പറഞ്ഞപ്പോൾ അവർ ചിന്തിച്ചത് ഇനിയും നിങ്ങളെ അവരുടെ ലൈഫിൽ നിലനിർത്തി കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും. കാരണം അത്രയ്ക്ക് മോശപ്പെട്ട രീതിയിലാണ് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളെക്കുറിച്ചിട്ടുള്ള ആ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നത്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് കരുതിയിട്ട് നിങ്ങളുടെ വ്യക്തി എടുത്ത ആ ഒരു സമയത്ത് എടുത്ത തീരുമാനം വളരെ വിഡ്ഢിത്തം നിറഞ്ഞൊരു തീരുമാനമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് തുറന്നു പറഞ്ഞ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം സോൾവ് ചെയ്യാൻ നിങ്ങളുടെ വ്യക്തി ശ്രമിക്കുന്നതായിരിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ സഹായം ആവശ്യം ഉള്ളതായിട്ട് തന്നെ വരുന്നതാണ്. കാരണം നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുകയാണ് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ മോട്ടീവ് എന്താണെന്ന് കണ്ടുപിടിക്കാനും ആരൊക്കെയാണ് നിങ്ങളെ തമ്മിൽ പിരിച്ചത്, അതിനകത്ത് കളിച്ചിരിക്കുന്ന ആരൊക്കെയാണ് എന്നതൊക്കെ കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കഠിനമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സഹായം അവർക്ക് ആവശ്യമായിട്ട് വരുമെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പോലും നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചിട്ട് മറ്റാരെങ്കിലും മോശമായിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടാകാം. എന്നിരുന്നാൽ പോലും മറ്റാരും പറയുന്നതൊന്നും നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല. എവിടെ നിന്നെങ്കിലും നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചിട്ട് മോശമായിട്ടോ നിങ്ങളുടെ വ്യക്തിക്കെതിരെ ആരെങ്കിലും പറയുന്നത് കേട്ട് കഴിഞ്ഞാലോ നിങ്ങൾ ഉടനെ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത്
വന്നിട്ടൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്തുമായിരുന്നു. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. മറ്റാരും പറയുന്നത് നിങ്ങൾ ഒരിക്കലും ചെവിക്കൊണ്ടിട്ടില്ല. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അത് മാത്രമായിരുന്നു നിങ്ങൾ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് നല്ലോണം അറിയാം ആ വ്യക്തി പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ അടുത്ത് നടത്താത്തത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ വളരെ കൊച്ചായിപ്പോയി, വളരെ ചെറുതായിപ്പോയി എന്നുള്ള ഒരു ഫീലിംഗ്, ആ ഒരു ഗിൽറ്റി ഫീലിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിലുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥ സ്നേഹം അവർ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് വളരെയധികം താമസിച്ചു പോയി എന്നൊക്കെ അവർ ഇങ്ങനെ ഉള്ളിൽ ആലോചിക്കുന്നുണ്ട് എന്നും തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾക്കിനി ഞാനൊരു റിച്വൽ കാണിച്ചു തരാം. നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുവാനും നിങ്ങളിപ്പോൾ ഭയങ്കര നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു നെഗറ്റീവ് ചിന്തകൾ മാറിയിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങൾക്ക് വരുവാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ പേഴ്സണിനെ നിങ്ങളിലേക്ക് തന്നെ അട്രാക്റ്റ് ചെയ്യാനും തേർഡ് പേഴ്സൺ ഇതിൻ്റെ ഇടയിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ വേണ്ടിയിട്ടുള്ളൊരു റിച്വലാണ് കാണിക്കുന്നത്. ഇതിനായിട്ട് നിങ്ങൾക്ക് ആവശ്യം ബ്ലൂ കളറിലെ പെന്നും വെള്ള കളറിലെ പേപ്പറുമാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് ഇങ്ക് ആണ്. എൻ്റെ കയ്യിൽ ബ്ലൂ ഇല്ലാത്തത് കൊണ്ടാണ്. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഉള്ളൊരു സിമ്പൽ നിങ്ങൾ വരയ്ക്കുക. തൊട്ട് മുകളിലായിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ പേരെഴുതുക. അതിനുശേഷം 3 തവണ അണ്ടർലൈൻ ചെയ്യുക. തൊട്ട് താഴെയായിട്ട് നിങ്ങളുടെ പേരെഴുതുക. 3 തവണ അണ്ടർലൈൻ ചെയ്യുക. റൈറ്റ് സൈഡിൽ നിങ്ങൾ എഴുതുക യു ഓൺലി ലവ് മീ. ഇത് എഴുതിയതിന് ശേഷം 3 തവണ അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് ഒരു ബോക്സ്, ഒരു സ്ക്വയറോ റെക്റ്റാങ്കിളോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരയ്ക്കാം. അതിനുശേഷം 4 കോർണേഴ്സായിട്ട് 8 എന്ന് എഴുതുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മറന്നു പോകരുത്. ബ്ലൂ കളറിലെ പെൻ വെച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യുവാൻ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ. അതിനുശേഷം ഈ ഒരു പേപ്പർ നിങ്ങളുടെ നെഞ്ചിലോട് ചേർത്ത് വെച്ച് കണ്ണടച്ച് ഒരു 3 മിനിറ്റ് ഒന്ന് റിലാക്സ്ഡ് ആവുക. ആ ഒരു സമയം, ആ ഒരു 3 മിനിറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആയിരിക്കണം നിങ്ങളുടേത്. നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചിന്തിച്ചില്ലെങ്കിൽ പോലും ഒരിക്കലും നെഗറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. 3 മിനിറ്റ് മാത്രം നെഞ്ചിലോട്ടൊന്ന് ചേർത്ത് വെച്ചതിന് ശേഷം ഇത് നിങ്ങൾ പില്ലോയുടെ അടിയിൽ സൂക്ഷിക്കുക. എപ്പോഴൊക്കെ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുന്നു അത്രയൊക്കെ തവണ നിങ്ങളിത് ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ പ്രശ്നം നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. നിങ്ങൾക്ക് വേണ്ടുന്ന റിച്വൽസ് സെപ്പറേറ്റ് ആയിട്ട് നൽകുന്നതാണ്. റിച്വൽസ് അല്ലെങ്കിൽ സ്പെൽ വർക്ക് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെയുമായിട്ടുള്ള പേര് വെച്ചിട്ട് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് സ്പെൽ വർക്ക് തയ്യാറാക്കി നൽകുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും, ദാമ്പത്യ ജീവിതത്തിലെ കലഹം, റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നമൊക്കെ ആണെങ്കിലും അതൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റും മേലസും യന്ത്രവും ലഭ്യമാണ്. നിങ്ങളുടെ കരിയർ സംബന്ധമായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട്, ബ്ലാക്ക് മാജിക്, ഇതിനെല്ലാം പരിഹാരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു തരുന്നതുമാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നത് പറഞ്ഞു തരുന്നതുമാണ്. താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.